ഹലോ മക്കളെ, ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ല വൈറലായിട്ടുള്ളൊരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. നമ്മൾ വീട്ടിൽ ഡയറ്റിങ് റിലേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ഓട്സൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുമല്ലേ, അത് പിന്നീട് ആദ്യത്തെ ഒരു 1 വീക്ക് യൂസ് ചെയ്യും, പിന്നീട് യൂസ് ചെയ്യാതെ മാറ്റി വയ്ക്കുന്ന പലരികളിലും കൂടെ ഉള്ളതാണ് ഞാനും അതുപോലെ മാറ്റി വെച്ച ഓട്സാണ് എടുക്കുന്നത്. അതെടുത്ത് മിക്സിയിൽ 2 ക്രഷ് കൊടുത്തതിന് ശേഷം ഞാൻ അതിൽ മിക്സ് ചെയ്യുന്നത് നല്ല തണുത്ത തൈരും, പിന്നെ തണുത്ത തൈര് അത് ഞാൻ കുറച്ചെടുത്ത് മിക്സ് ചെയ്തു. അപ്പോൾ അതൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. അതിൽ കൂടെ തന്നെ ഞാൻ നല്ല തണുത്ത ഓർഗാനിക് മിൽക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് സാധാ മിൽക്കായാലും കുഴപ്പമൊന്നുമില്ല. നല്ല തണുപ്പുള്ളത് എടുക്കുമ്പോൾ അത്രയും നല്ലൊരു ഫീല് കിട്ടും. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു തണുത്ത ഫീല് കിട്ടും. കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഫേസ് കുറച്ച് ഡാർക്കായിരുന്നു. ഇതൊരു ബ്രൈറ്റിങ് ഫീലിംഗ് ആണ്, ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഫേസ് ബ്രൈറ്റൻഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. നല്ല അടിപൊളി പാക്കാണ്. ഞാനിത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ആണ് എനിക്കത് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും കൂടെ എൻ്റെ ഫേസിൽ നല്ലൊരു ബ്രൈറ്റനിങ് ഫീലിംഗ് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു റിസൾട്ടായിരുന്നു. ഇൻസ്റ്റൻ്റായിട്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ഫേസിൽ എന്ത് പാക്കും ഇതുപോലെ ട്രൈ ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല തണുപ്പോടെ തന്നെ പിന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് ചെയ്ത് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. അങ്ങനെ ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു 20 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല തണുത്ത കോട്ടൺ കൊണ്ടോ അല്ലെങ്കിൽ ക്ലോത്ത് കൊണ്ടോ റിമൂവ് ചെയ്തിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ ഓട്സ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല പറ്റിപ്പിടിച്ചിരിക്കുമല്ലോ, അത് നമ്മൾ ചിരണ്ടി കളഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ അങ്ങനെ ഫുൾ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ കരുതി റൂമൊക്കെ ക്ലീൻ ചെയ്യാമെന്ന്. അതൊക്കെ എൻ്റെ ഡെയിലി റുട്ടീനാണ്. ഞാൻ റൂമെല്ലാം ക്ലീൻ ചെയ്യുന്നു, അങ്ങനെ പൊടികളൊക്കെ അടിച്ചെല്ലാം കളയാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊള്ളാം, എനിക്ക് നല്ല മുഖത്ത് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം തണുത്ത തൈരും പാലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഓട്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഫേസിൽ. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫൈനൽ റിസൾട്ട് ഇത്ര അടിപൊളിയായിരിക്കുമെന്ന്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുള്ള് കുറച്ച് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി പുറത്തൊക്കെ നോക്കി ടൈം കളഞ്ഞ് അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. ഞാൻ ഫേസിൽ എല്ലാതും റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസ് കണ്ട് നല്ല ഒത്തിരി മാറ്റം എനിക്ക് തോന്നി. കാരണം എൻ്റെ സ്കിന്നിൻ്റെ അവിടെ ഒരു ഡള്ളായിട്ടിരുന്ന ഫേസ് നല്ല ബ്രൈറ്റ് ആയതുപോലെ തോന്നി. ഇപ്പോൾ നമുക്ക് ഫംഗ്ഷനിലൊക്കെ പോകണമെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് അത്രയും നല്ല അടിപൊളിയായിരിക്കും. നല്ലൊരു പാക്കായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.